ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു, നമ്മളും സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചാനലിൽ ആദ്യമായിട്ട് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ, വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ് ചെയ്യുക. സബ് ചെയ്തിട്ട് വീഡിയോ കാണുക. വീഡിയോസ് കാണുന്നവർ പ്രത്യേകം പെട്ടെന്ന് തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോസ് കാണുക കേട്ടോ. പിന്നെ ഒരു പറ്റിയെങ്കിൽ ഒരു കുഞ്ഞ് കമൻറ്റ് ഉണ്ട്, ചിലവൊന്നും ഇല്ലാലോ, ഒന്ന് ടൈപ്പ് ചെയ്തൊരു കമൻറ്റ് ഇട്ടോ. അപ്പോൾ എന്താ, ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നമ്മുടെ എണിച്ച് കുറച്ച് വൈകി ഇന്ന് എണിക്കാൻ. മദ്രസയിൽ പോകണം, പക്ഷെ നമ്മുടെ പാലക്കാട് നല്ല തണുപ്പും കാറ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ എണിക്കാൻ കുറച്ച് വൈകി പോയി. അങ്ങനെ എണീച്ച് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴിയോ തടുക്കുന്ന പൊന്നു സപ്പോഴേക്ക് എണീച്ച് പല്ലൊക്കെ തേച്ച് ഉഷാറായിട്ട് മദ്രസയിൽ പോവാൻ കുറച്ച് ടൈം വൈകിട്ടുണ്ട്. ഉസ്താദ് ചീത്ത പറഞ്ഞിട്ട് അവൾ പൊരിഞ്ഞ് പോകണ്. ഇക്ക റെഡിയായിട്ട് വെയിറ്റ് ചെയ്യണ് പൊന്നൂസിന്. അവൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നടക്കണ്. അങ്ങനെ അവരിതാ ഓട്ടപ്പാച്ചലിലാണ്. ഉസ്താദ് തല്ലും ചീത്ത പറയും ടൈമായി. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഒത്തിരി വൈകിട്ട് തന്നെ. കാരണം അവൾക്ക് എണീക്കാൻ ഭയങ്കര മടി. പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല തണുപ്പല്ലേ പാലക്കാട്. എല്ലാവിടെയും തണുപ്പ് തന്നെയാണ്. പാലക്കാട് നല്ല തണുപ്പാണ് കേട്ടോ രാവിലെ നേരം. അങ്ങനെ അവർ പോയി. ഇനിയിപ്പോൾ അടുത്തത് ഓരോന്നായിട്ട് തുടങ്ങട്ടെ പണികൾ. ചായ ഉണ്ടാക്കട്ടെ. തണുത്ത് വിറച്ച് ഒരു ഗ്ലാസ് ചായ കുടിച്ച ഒന്ന് ഉഷാറാവും. അപ്പം ചായ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് അടുപ്പത്ത് കത്തിച്ച് വെള്ളം വെച്ചിട്ടോ. ഞാൻ പാല് വാങ്ങുന്നില്ല കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പാല് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചായ വെച്ച് കുടിക്കാൻ വേണ്ടി തോന്നും. ഇപ്പം ഞാൻ പാൽപ്പൊടിയാണ് ചായ കുടിക്കാൻ തോന്നുമ്പോൾ ഒരു പാക്കറ്റ് 10 രൂപൻ്റെ പാൽപ്പൊടി വാങ്ങും, ചായ വെക്കും. എനിക്ക് ആദ്യമൊന്നും ഇങ്ങനത്തെ ശീലം ഉണ്ടായിരുന്നില്ല. ഇക്കയാണ് എനിക്ക് ശീലം തന്നത്. ഇക്കാക്കായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഇക്ക വയ്യാതിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇക്കാക്ക് ചായ വേണം. അപ്പോൾ അങ്ങനെ വെച്ച് കുടിച്ച് എന്തായിപ്പോൾ ഞാനും അതേപാട് ശീലിച്ചു. ബൂസ്റ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇക്ക വാങ്ങിച്ചു വെച്ചതായിരുന്നു കേട്ടോ. 5 രൂപൻ്റെ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ട് വരും. ചില ദിവസങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരും. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ എന്നൊരു കുട്ടിക്ക് ഒരു ആഗ്രഹം ബൂസ്റ്റ് കുടിക്കാൻ. അങ്ങനെ അത് പൊട്ടിച്ച് ഒരു ഗ്ലാസ് ചായയിൽ വെച്ച് ഞാനൊന്ന് ബൂസ്റ്റൊക്കെ കുടിക്കട്ടെ, എന്താല്ലേ അവർക്ക് മാത്രം കുടിച്ചാൽ മതിയോ. അങ്ങനെ അതൊക്കെ അങ്ങോട്ട് കലക്കി. ഇനിയിപ്പോൾ എപ്പോഴും ഒരു ശീലമാണ് കേട്ടോ, ചായ കുടിക്കുമ്പോൾ ഈ ബാക്കിൽ പോയിട്ട് ഒന്നിങ്ങനെ നോക്കി എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരുന്ന് ചായ കുടിക്കും. ആലോചനയൊക്കെ കഴിഞ്ഞു. ഒരു ഗ്ലാസ് ചായ വേണോ, എടുക്കണോ, അല്ലേ എല്ലാവരും കുടിച്ചിട്ടുണ്ടാവില്ലേ. അങ്ങനെ ഞാനീ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് ഇത്, ഇന്നലെ ഉണ്ടാക്കിയ പുട്ടാണ് കേട്ടോ. ആരും കഴിക്കാതെ ബാലൻസ് വന്നിരിക്കുന്നത്. അതിനി കളയാനേ പറ്റുള്ളൂ. ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. നമ്മുടെ നായി വന്ന് അതിന് കൊടുക്കാമല്ലോ, വെറുതെ എന്തിനാ വേസ്റ്റ് അപ്പുറത്ത് കളയുന്നു പറഞ്ഞിട്ട് അതിന് കൊടുത്താൽ അതിൻ്റെ വയറെന്നറിയുമല്ലോ. മാവ് നോക്കിയപ്പോൾ കുറച്ച് മാവേ ഉള്ളൂ. എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചു. ദോശ ഇഡ്ഡലി അതിനൊന്നും തികയില്ല. അപ്പോൾ ഒരു ഐഡിയ എടുത്ത് ഫൈമൂന് നല്ല ഇഷ്ടപ്പെട്ട ഒരു സാധനം, ഫൈമൂനല്ല എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് മാത്രം കാര്യമായി ഇഷ്ടമല്ല എന്ന് മാത്രം. അങ്ങനെ ഇത് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. എനിക്ക് അതിന് പ്രത്യേകിച്ച് പേരൊന്നും അറിയില്ല. ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനിതിനെ ഉണ്ണിയപ്പം, തൽക്കാലം മധുരമില്ലാത്ത ഉണ്ണിയപ്പം എന്ന് ഞാൻ പറയുകയാണ്. കല്ല് കണ്ടോ, കല്ലൊക്കെ കുറേ ഉണ്ടാക്കാതെ ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നതും ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു അവിടെ നിന്ന് വന്നിട്ട്. ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ കല്ലൊക്കെ ഇതായി പിടിച്ച് പോയി. പിന്നെ അത് കഴുകിയെടുക്കാൻ കുറച്ച് പാടുപെട്ടു. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കുറേ ആയില്ലേ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ കല്ല് ഇതായതുകൊണ്ട് കിട്ടില്ലയോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കൂടുതൽ എണ്ണയൊക്കെ ഒഴിച്ചു. പക്ഷെ കിട്ടിയിട്ടോ, സമാധാനം. അപ്പം എൻ്റെ മധുരമില്ലാത്ത ഉണ്ണിയപ്പം റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ഇവിടെ ഇരിക്കുമ്പോൾ വാങ്ങിച്ചു വെച്ച സാധനങ്ങളാണ്. പിന്നെ അവിടെ ഇക്കാൻ്റെ അവിടെ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ അതൊക്കെ കൊണ്ടുപോയി. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അതൊക്കെ കൊണ്ടുവന്നു. കാരണം ഞാൻ വന്ന സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. ഒന്നുമില്ലാതെ വന്നിട്ട് എനിക്ക് വാങ്ങാൻ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെതായ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ആ ഫൈക്കുട്ടൻ എണിച്ചു വരുന്നുണ്ട്. അപ്പൊ ഫൈമക്കുട്ടൻ അങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പം എത്രയായി? സമയമൊക്കെ ആയി, 9 മണിയായി. അവന് സ്കൂളില്ലാലോ. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടത്. ഞാൻ പറഞ്ഞില്ലേ, അവന് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണിയപ്പം ഇഷ്ടമല്ല, മധുരമുള്ളത് ഇഷ്ടമല്ല. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതും പിന്നെന്താണ്. അങ്ങനെ ഫൈമൂന് ബ്രഷും പേസ്റ്റൊക്കെ എടുത്തു കൊടുത്ത് കുറച്ച് വെള്ളം വെച്ച് കൊടുത്ത് അവനിങ്ങനെ പല്ല് തേച്ച് കൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളിത്തിരി ഉഷാറായി പല്ല് തേക്കാനൊക്കെ. അങ്ങനെ പോയി അതാ തുറന്ന് നോക്കുകയാണ്. കുറേ ഉണ്ടമ്മ ഇപ്പോൾ തിന്നിട്ട് വൈകുന്നേരം തിന്നാനുണ്ടാവും, അതെപ്പോൾ തന്നെ കഴിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കണം കേട്ടോ. ചട്നി ഒഴിച്ചാൽ നല്ല കഴിക്കും അവന്, നല്ല ഇഷ്ടമാണ് അവനിക്ക്. ഉണ്ടാക്കുമ്പോൾ തന്നെ ചോദിക്കും അതിൽ മധുരം ഉണ്ടോ എന്ന് ചോദിക്കും. അല്ല ഇതാണെന്ന് പറഞ്ഞാൽ നല്ല ഹാപ്പി ആവും.
അങ്ങനെ എന്താണ് പാത്രമൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ കഴിക്കട്ടെ. എനിക്കും വിശന്ന് കേട്ടോ. രാവിലെ എണീച്ച് ചായ കുടിച്ച് എന്നാലും വിശന്ന്. അപ്പോൾ ഫൈമൂൻ എടുക്കുമ്പോൾ അതിൽ കൂടെ ഫൈമൂൻ്റെ ഇത് 2 വായി മാഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് ചട്നി ഉണ്ടാക്കി കേട്ടോ. അത് പറയാൻ മറന്ന്, സാധാ ചട്നി തന്നെ കേട്ടോ. അങ്ങനെ ചട്നിയും ഒഴിച്ച് ഞങ്ങൾ 2 കൂടെ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് പോവുകയാണ്. ഫൈക്കുട്ടൻ ഇടയിൽ കൂടെ അപ്പോഴേക്കും ഒന്ന് എടുത്ത് പൊരിഞ്ഞിട്ട് തിന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കഴിക്കട്ടെ. ഓ വെയിറ്റിങ്ങിലാണ് ഫൈക്കുട്ടൻ. ആ തുണികളൊക്കെ ഞാൻ മടക്കി വെച്ചതായിരുന്നു കേട്ടോ. എനിക്ക് എടുത്ത് ഞാൻ എപ്പോഴും പറയല്ലോ, ഞാൻ തുണി ആദ്യം ഇവിടെ മടക്കി വെക്കും, എന്നതിന് ശേഷമാണ് അങ്ങോട്ട് എടുത്ത് വെക്കുള്ളൂ. അങ്ങനെ 2 ചടങ്ങുണ്ട് എനിക്ക്. അതെടുത്ത് വെക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ അവന് കഴിച്ചു. എനിക്ക് 2 വായി വാരി തരുകയാണ് കേട്ടോ. വാരി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വാരിത്തരമ്മ, നന്നായിട്ടുണ്ട്, രസമുണ്ട്, തിന്നോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ 2 കൂടെ കഴിച്ചു. പൊന്നൂസ് വരാൻ ടൈമായി. പൊന്നൂസിനെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കിയതാണ്, എന്നാലും ഒപ്പിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് പേടിയുണ്ടായിരുന്നു, പിന്നെ റെഡിയായി കിട്ടി. അങ്ങനെ പൊന്നൂസ് വന്നപ്പോൾ പൊന്നൂസിനും കൊടുത്ത് ചായയും കൊടുത്തു. പൊന്നൂസിനൊരു ശീലമുണ്ട്, കഴിക്കുമ്പോൾ ചായ വേണം. മുമ്പ് ചായ അവൾ കുടിക്കില്ല, അവൾക്ക് കഴിക്കുമ്പോൾ ചായ നിർബന്ധമാണ്. അങ്ങനൊരു ശീലമുണ്ട്. അടുത്തതായിട്ട് ചോറ് വെക്കണം. അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. ഞാൻ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ മിക്കവാറും അടുപ്പിലാണ് വെക്കുക. ഗ്യാസ് വെറുതെ കളയണ്ടല്ലോ എന്ന് പറഞ്ഞ്. ക്ലാസ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ എനിക്ക് അടുപ്പ് ഇങ്ങനെ പിടിപ്പിക്കാൻ ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല. അപ്പോൾ വേഗം ചോറ് ഗ്യാസിലോട്ട് എടുത്ത് വെക്കും. കാലാവസ്ഥ ഉണ്ടോ രാവിലെ? സൂപ്പറാണ് കേട്ടോ. അത്യാവശ്യം ഇന്നത്തെ ഇത്തിരി തണുപ്പ് കുറവാണ്. അങ്ങനെ അരി കഴുകി അതിട്ട് ചെയ്താൽ അതവിടെ കിടന്ന് വേവുമല്ലോ, ചോറാവുമല്ലോ, ബാക്കി പണികൾ ഇങ്ങനെ നോക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞു കുടം വെള്ളം. എനിക്ക് ഡിസ്കിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഞാൻ വലിയ കുടം എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു കുടമാണ് എടുക്കുന്നത്. ഞാൻ കുടിക്കാൻ വെള്ളം അപ്പുറത്തെ പഞ്ചായത്ത് കിണറ്റിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഇവിടെ നിന്ന് കുടിക്കുന്നില്ല, കാരണം ഇതിൽ മോട്ടർ അടിക്കുകയല്ലേ, നിറയ്ക്കൊന്നുമില്ലല്ലോ. അവിടെ ആകുമ്പോൾ ഒരുപാട് പേര് നിറയ്ക്കുന്ന കിണറല്ലേ. അപ്പോൾ പിന്നെ ഞാനും കുടിക്കാൻ അവിടെ നിന്ന് തന്നെ കൊണ്ടുവരുന്നത്. അടുത്ത പണി വീട് വൃത്തിയാക്കൽ. നമ്മളിപ്പോൾ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾ മിക്കവാറും കുട്ടികൾ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കലാണ്. എന്താണെങ്കിലും ഈ ഹാള് കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ എത്ര വൃത്തിയാക്കി ഇട്ടാലും അവിടെ ഇങ്ങനെ വൃത്തികേട് തന്നെ ആവട്ടോ. കണ്ടോ, സ്കൂൾ ബാഗൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് ഞാൻ ഈ സൈഡിൽ വെക്കുന്നതിന് അവരെടുത്ത് അവിടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ പിന്നെ ഹാൾ എത്ര ചെയ്താലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ട് മക്കൾ ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഹാള് വൃത്തിയാക്കലാണ് അടുത്ത പണി. ഡേമ ലൈഫ് എടുക്കുക എന്ന് പറയുമ്പോൾ ക്ലാസ് ഇല്ലാത്ത ടൈമല്ലേ നമുക്ക് എടുക്കാൻ ടൈമും ഒക്കെ ഉണ്ടാവുള്ളൂ. എല്ലാ ദിവസം 9 മണി വരെ കുട്ടികൾ പോണ തിരക്കാണ്. 9 മണി കഴിഞ്ഞാൽ എനിക്ക് പോകുന്ന തിരക്കാണ്. അങ്ങനെ മൊത്തത്തിൽ തിരക്കാകുമ്പോൾ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തലയ്ക്ക് വേദന ഉണ്ട് കേട്ടോ. എൻ്റെ കണ്ണിൻ്റെ ഇഷ്യൂ ആണ്. ഞാൻ വീഡിയോസ് എഡിറ്റിങ് കാര്യങ്ങൾ അപ്പോൾ ഫുൾ ടൈം ഫോണിലാവുമ്പോൾ എനിക്ക് കണ്ണ് വേദന വരുമെന്ന്. അപ്പോൾ അതാണ് ഞാൻ വീഡിയോസ് ഇത് കുറച്ച് ദിവസങ്ങളായി എടുത്തു വെച്ച വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാൻ വയ്യാതെ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഒരുപാട് നേരം എനിക്ക് ഫോണിലോട്ട് നോക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ വെച്ച് ഇരുന്ന വീഡിയോ ആണ് കേട്ടോ. അടുത്തത് തുടയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഡെയിലി തുടയ്ക്കാറില്ല. പിന്നെ തുടയ്ക്കുകയാണെങ്കിലും ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ വൈകുന്നേരത്തായിരിക്കും തുടയ്ക്കുക. രാവിലെ എനിക്ക് പറ്റില്ല, അപ്പോൾ വൈകുന്നേരമാണ് തുടയ്ക്കുക. പൊന്നൂസ് നോക്കോട്ടെ. പൊന്നൂസിന് ഇപ്പോൾ ഞാൻ കൊടുക്കാൻ വീഡിയോസ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ തല്ലിയില്ല. കാരണം എന്താ വെച്ചിട്ടല്ലോ, ഞാനിവിടെ തുടയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ കിടന്നു കൊല്ലാത്തുനിന്ന്. ഇനിയിപ്പോൾ അടുത്തത് ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരി വിടണം. എത്ര അടിച്ചിട്ടും കാര്യമില്ല, പെരും കാറ്റാണ് നമ്മുടെ പാലക്കാട്. അപ്പോൾ ഏതൊക്കെയോ സ്ഥലത്തിരുന്ന ഇലകൾ പോലും പറന്ന് എൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ. ബാഗ് മൊത്തം എത്ര അടിച്ചിട്ടൊന്നും കാര്യമില്ല. എന്നാലും എൻ്റെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും കാണുമ്പോൾ ഇലയൊന്നും ഇല്ലാതെ വിചാരിക്കും. കുറച്ച് അപ്പുറത്തതുണ്ടോ മണ്ണുള്ള അവിടെയൊക്കെ മൊത്തം ഇലയാണ്. ഇവിടെ കാര്യമായിട്ട് അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. അതൊന്നും അടിച്ചു വാരി അങ്ങോട്ട് വിടാമെന്ന് വിചാരിച്ച് രാവിലെ എണീറ്റപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇന്ന് ഡേ മൈ ലൈഫ് പോലൊരു വീഡിയോ എടുക്കുക. എല്ലാതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോകും അങ്ങനെ ഇപ്പോൾ ഒന്നും ഇല്ല, അധികം ഇല്ല.
ക്ലാസ്, അത് കഴിഞ്ഞാൽ വീട്, പിന്നെ വീടത്തെ കാര്യം അത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും ലീവല്ലേ, ഡേ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ അടുത്തത് വാഷിംഗ് മെഷീനിലാണ് കേട്ടോ ഈ തുണിയൊക്കെ തിരുമ്പിയത്. ഞാനെപ്പോഴും തലേദിവസം ഒരു വൈകുന്നേരമൊക്കെ, അതായത് ക്ലാസ് വിട്ട് വന്നിട്ട് തിരുമ്പിയിടും. എന്നിട്ട് അതിനെ കയറിലിങ്ങനെ തൂക്കിയിടുമ്പോൾ അതിൽ വെള്ളമൊക്കെ അങ്ങോട്ട് പോയി കിട്ടും, പിഴിയേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം പിറ്റത്തെ ദിവസം ഇങ്ങനെ ഉണങ്ങാനിടും. അതാണ് എൻ്റെ പതിവ്. അപ്പോൾ അവർ ഓരോന്ന് പറഞ്ഞിട്ടും കളിച്ചിട്ടും പിന്നാലെ നടക്കുന്നുണ്ട്, കത്രികയും കൊണ്ട്. എന്നിട്ട് പൊന്നൂസിൻ്റെ ഞാൻ പറയുന്നത് കത്രിക കൊണ്ട് കളിക്കല്ലേ, കണ്ണിൽ കുത്തുന്നൊക്കെ പറഞ്ഞിട്ട് പറയായിരുന്നു. അവരിങ്ങനെ ഓരോന്ന് കാട്ടി, സ്കൂളില്ലെങ്കിൽ പറയണോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഹൈ ബി പി ആക്കും എൻ്റെ മക്കൾ മാത്രമല്ല എല്ലാവരുടെയും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. വിറക് കഴിഞ്ഞു കേട്ടോ, ഒന്നുമില്ല, ഇനി വിറക് വാങ്ങിച്ചിട്ട് വേണം. ആകെയുള്ളൊരു വിറകിനെ കൊണ്ടുപോയി ഇടാ എന്ന് പറഞ്ഞ് അത് ഇട്ട് ചോറ് വേവ്. കാറ്റ് കാരണം അടുപ്പ് വെറുതെ കെട്ട് പോകണം. അങ്ങനെ നമ്മുടെ ഹാൾ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വൃത്തിയാക്കി അങ്ങോട്ട് പോയുള്ളൂ. അപ്പോഴേക്കും എന്തോ ഡപ്പയോ കുപ്പിയോ കൊണ്ടുവന്നിട്ട് ഇട്ട്. പിന്നെ ഞാൻ എന്ന് ഡെയ്മ ലൈഫ്, നിങ്ങളെല്ലാവരും ഡെയ്മ ലൈഫ് എൻ്റെ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ളതിൽ എന്ന് ഞാൻ എടുക്കുമ്പോഴും ഞാനന്ന് വയ്ക്കുന്നത് മുട്ടക്കറി ആയിരിക്കും. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇന്നും ഞാൻ മുട്ടക്കറിയാണ് കേട്ടോ വെച്ചത്. അങ്ങനെ കറിയുമായി ഇതായി വന്നിട്ടോ, അതിന് പുട്ട് കൊടുക്കണം. അടുക്കളയും വൃത്തിയാക്കി. ഇനിയിപ്പോൾ കുറേ അധികം പാത്രങ്ങളാണ്, അതൊന്ന് കഴുകിയെടുക്കണം. ഏറ്റവും വലിയ ടാസ്ക്കാണ് മക്കളെ ഈ പാത്രം കഴുകൽ, ഭയങ്കര വലിയ ടാസ്ക്കാണ്. അങ്ങനെ അത് കഴുകിയെടുത്തിട്ട് തുണി, യൂണിഫോം കാര്യങ്ങളൊന്നും ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടില്ല. ഞാൻ ഇട്ടിട്ട് പോണ ഡ്രസ്സുകൾ, അതുപോലെ കുട്ടികളുടെ യൂണിഫോം മൊത്തം ഞാൻ കല്ലിലേ തിരുമ്പുള്ളൂ. വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ എനിക്കെന്തോ ഒരു സെറ്റാവുന്നില്ല. വേറെയുള്ള ഡ്രസ്സുകൾ മാത്രമേ വാഷിംഗ് മെഷീനിൽ ഇടുള്ളൂ. അപ്പോൾ അതിനൊക്കെ സോപ്പ് പൊടിയിൽ കുറച്ച് നേരം മുക്കി വെക്കാമെന്ന് പറഞ്ഞ് അതങ്ങോട്ട് താത്തി വെച്ച്, അത് കഴിയുമ്പോഴേക്കും മക്കൾക്ക് വിശക്കണ് പറഞ്ഞു. മക്കൾക്ക് ചോറ് കൊടുത്തു, അവർ കഴിക്കണ്. ഞാനിപ്പോൾ കഴിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ചോറ് എന്തായാലും കുളിയും കൂടെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ആ തുണിയൊക്കെ അലക്കി. അതൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കുളിയും കഴിഞ്ഞ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.